ഫുക്രിയിലേക്ക് സ്വാഗതം. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 6ാമത്തെ തോൽവി ശ്രേയസ് അയ്യരുടെ കീഴിൽ. ഇന്ന് 56 റണ്ണിനാണ് ഇന്ത്യ തോറ്റത് ഇംഗ്ലണ്ടിനോട്. ഇംഗ്ലണ്ട് കൂറ്റൻ സ്കോറാണ് അടിച്ചു കൂട്ടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 257 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. അവരുടെ ജോസ് ബട്ട്ലർ കൂറ്റൻ സെഞ്ചുറി അടിച്ചു, 131 റണ്ണടിച്ചു 64 പന്തിൽ നിന്ന്. അവരുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് 95 റണ്ണുമായി പുറത്താകാതെ നിന്നു. ഇരു ബാറ്റർമാരും അതിഗംഭീരമായ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ എല്ലാ ബൗളർമാരെയും അടിച്ച് പറത്തി കളഞ്ഞു. എന്തായാലും പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയ വിജയലക്ഷ്യം 258 റണ്ണുമായി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ ഒരു ഘട്ടത്തിലും വിജയിക്കുമെന്ന് തോന്നിയില്ല. ഒടുവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റണ്ണിന് എല്ലാ ഓവറുകളും കഴിഞ്ഞു. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റണ്ണാണ് എടുത്തത്. ഇന്ന് വൈഭവ് സൂര്യവംശിക്ക് പകരം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. സഞ്ജു 14 പന്തിൽ 27 റണ്ണാണ് അടിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ 56ഉം തിലക് വർമ്മ 53 റണ്ണെടുത്തു. അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 28 റണ്ണെടുത്തു. എന്തായാലും പരമ്പരയിൽ 5 മത്സരങ്ങളുടെ പരമ്പര 4-0 ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നു. ഒരു മത്സരം മഴ മൂലം റദ്ദാക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ശ്രേയസ് അയ്യരുടെ കീഴിൽ 7 മത്സരങ്ങൾ കളിച്ചതിൽ 6ഉം തോറ്റു, 1 മഴ മൂലം റദ്ദാക്കി. നേരത്തെ അയർലൻഡിനെതിരായ പരമ്പരയും ഇന്ത്യ 2-0 തോറ്റിരുന്നു. ആ പരമ്പരയിൽ 2 കളിയാണ് ഉണ്ടായിരുന്നത്, 2ഉം തോറ്റു. ഇത്തവണ ഇംഗ്ലണ്ടിനെതിരെ 5 കളികളിൽ നടന്ന 4 കളികളിൽ 4ലും തോൽക്കുകയും ചെയ്തു. 1 മഴ കാരണം റദ്ദാക്കപ്പെടുകയും ചെയ്തു. എന്തായാലും തുടരെ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ.